ഓരോ മാസവും ഇതുപോലെ പല മരണവാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ജോലി ചെയ്തൊരു കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഗൾഫിലോട്ട് പോകുന്നു, വളരെ സന്തോഷത്തോടെ പണമൊക്കെ അയച്ചു തരുന്നു, അവസാനം അവരുടെ മരണവാർത്ത കേൾക്കുന്നു. ഗൾഫ് മലയാളിയുടെ വാർത്തകൾ കേൾക്കുന്ന സാഹചര്യം ഒരുപാട് കൂടി വരുന്നുണ്ട്. കോവിഡ്-19 സമയത്തും ഏറ്റവും കൂടുതൽ മലയാളികൾ മരണപ്പെട്ടത് ഗൾഫ് നാടുകളിൽ പേഴ്സൻറ്റേജ്, നാട്ടിലുള്ളവരെയും വിദേശികൾ നോക്കുമ്പോൾ അവരിലാണ്. അപ്പോൾ പലരും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, കോവിഡ് വന്നപ്പോൾ ആരും കോവിഡ് വാക്സിൻ്റെ അല്ല പറഞ്ഞത്, കോവിഡിന് ശേഷം പലരും പറയുന്നത് കോവിഡ് വാക്സിൻ എടുത്തിട്ടാണോ? നമ്മളൊരു നഗ്ന സത്യത്തിൽ നിന്ന് വല്ലാത്തൊരു തിരിച്ചു പോക്കാണ് നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന 37 പോസ്റ്റ്മോർട്ടം നടത്തിയ കേസുകളിൽ നടത്തിയ ഒരു സ്റ്റഡി റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി. നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡുകൾ നമ്മുടെ ആയുസ് എടുക്കുന്നു എന്നുള്ളത്. അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഗൾഫ് മേഖലയിൽ പോയി കഴിഞ്ഞാൽ അവരിലൊരു ജീവിതശൈലി നോക്ക്. ജോലി കഴിഞ്ഞാൽ പിന്നെ അവർ കുറേ നേരം കുത്തിയിരിക്കുന്നു. പിന്നെ ഫുൾ അവർ പറയുന്നത് ഈ കണ്ട സോഷ്യൽ മീഡിയയിൽ കണ്ട എല്ലാ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള എവൻസും ഇങ്ങനെ തലയിലേക്ക് കയറ്റുന്നു. അമിത സ്ട്രെസ്സ് എടുക്കുന്നവർ. ഇനി വീട്ടിലത്തെ കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവിടുന്ന് സ്ട്രെസ്സ് എടുക്കുന്നു. അവർ നിങ്ങൾക്ക് കുറച്ച് പണം അയച്ചു തരുമ്പോഴും ആ പണം അയച്ചു തരുന്നതിന് പിന്നിലും ഒരുപാട് സ്ട്രെസ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഗൾഫ് അന്യനാട്ടിൽ നിന്ന് വരുന്ന പയ്യന്മാരെ, ജോലിക്ക് വരുന്ന ആൾക്കാർ ഞാൻ കാണാറുണ്ട്. അവർ ആ സ്ട്രെസ്സ് അനുഭവപ്പെടുന്നത് കാണാറുണ്ട്. അവരെ വീട്ടിലെ ഒരുപാട് ബാധ്യതകൾ നിറവേറ്റാൻ വേണ്ടിയായിരിക്കും അവരുടെ ജോലിക്ക് വരുന്നത്. നമ്മൾ മലയാളികൾ ഗൾഫ് നാട്ടിലായിട്ട് പോകുന്നതും അതിനാണ്. ആ സ്ട്രെസ് അത് അവരുടെ ആരോഗ്യം കവർന്നെടുക്കാൻ വലിയൊരു സാഹചര്യമാണ്. ഓരോ സ്ട്രെസ് ഉണ്ടാക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ നമ്മുടെ ജീവൻ അപഹരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സ്ട്രെസ് ഹോർമോൺസ്, കോർട്ടിസോൾ ഇതുപോലത്തെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് വലിയൊരു ഫാക്ടറാണ്. പിന്നെ ഇവരുടെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കേട്ടിടത്തോളം മിക്കവാറും ആൾക്കാർ വീട്ടിലൊന്നും ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. എല്ലാവരും ഓരോ നേരവും ഹോട്ടലിൽ പോയിട്ടാണ് കഴിക്കുന്നത്. ഒരു നേരം കുറച്ച് കഴിച്ചിട്ട് ബാക്കി നേരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്തോ അങ്ങനെ ആരോഗ്യപരമായിട്ട് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിലും അവരതല്ല തുനിയാറുള്ളത്. അതും അവിടെ ഞാൻ കേട്ടിടത്തോളം നമ്മളിപ്പോൾ ക്വാർട്ടർ ഫുഡ് കിട്ടുന്ന പോലും ഹാഫാണ് കിട്ടുക എന്ന് പറയുന്നത്. ഇതെല്ലാം അവർ വാരി വലിച്ച് കഴിക്കുകയാണ്. ഒരുപാട് കഴിക്കും. ഈ അമിതമായി വരുന്ന എല്ലാ ഭക്ഷണവും അത് ശരീരത്തിലെത്തിയിട്ട് കൺവേർട്ടായിട്ട് കൊഴുപ്പായിട്ട് നമ്മുടെ രക്തക്കൊഴലിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് അവസാനം നമ്മുടെ ശരീരത്തിലോട്ട് എത്തിയിട്ട് ഈ അമിതമായി വരുന്ന കലോറി അല്ലെങ്കിൽ അമിതമായി വരുന്ന ഭക്ഷ്യവസ്തുക്കളെ എന്ത് രൂപത്തിലേക്കാണ് പരിവർത്തനം ചെയ്യുന്നതെന്നുള്ള ഒരു വിഷൻ നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ നമ്മളുണ്ടാവും നമ്മുടെ ഭക്ഷണം നമ്മുടെ ജീവൻ അപഹരിക്കുന്ന ഒരു കാര്യം. ഇതും ഗൾഫ് മലയാളികളുടെയൊക്കെ പെട്ടെന്നുള്ള മരണത്തിൻ്റെ ഒരു കാരണമാവുന്നുണ്ട് എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കാം. പിന്നെ ഞാനായിരുന്നു കേട്ടിട്ടില്ല, പലപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കിനൊരു വീഡിയോ ഇട്ടപ്പോൾ കണ്ടു, പുകവലിപ്പം നന്നായി കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഗൾഫ് മലയാളികൾക്കിടയിൽ ഈ അമിത സമ്മർദ്ദങ്ങൾ വരുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് അവർ കണ്ടെത്തുന്ന ഒരു സൊല്യൂഷൻ സിഗരറ്റ് വലിയാണ് എന്നുള്ളൊരു വിവരം എനിക്കറിയാൻ പറ്റി. തീർച്ചയായിട്ടും സിഗരറ്റ് വലിയിലെ ഓരോ കെമിക്കലും നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ, നീർവീക്കം ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും പെട്ടെന്നുള്ള മരണത്തിന് അത് കാരണമാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. മദ്യപാനം പിന്നെ അധികം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോള ഡ്രിങ്ക്സാണ്. കോള ഡ്രിങ്ക്സ് വർഷത്തിലൊരിക്കൽ പോലും നമ്മൾ കഴിക്കാൻ പാടില്ല. കാരണം അത്രയേറെ ഷുഗർ അതിനകത്തുണ്ട്. നമുക്കൊരു ദിവസം ഒരു 25 ഗ്രാം വരെ ഷുഗർ പല രീതിയിലുള്ള ഭക്ഷണങ്ങളിൽ നിന്നായിട്ട് കഴിക്കാം. പക്ഷേ നമ്മളൊരു കോള ഡ്രിങ്ക് കഴിക്കുമ്പോഴേക്ക് തന്നെ എത്ര ഗ്രാമോളം ഷുഗറാണ് നമ്മൾ ഉള്ളിലോട്ട് എത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഷുഗറെല്ലാം കൂടി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയിട്ട് ഇതെല്ലാം ലാസ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ മെറ്റബോളിക് വഴികളിലൂടെ, ക്രെബ്സ് സൈക്കിളിലൂടെ, മൈറ്റോകോൺട്രിയയിൽ നിന്നൊക്കെ പോയി അവസാനം എന്തായിട്ട് മാറും? ഇതും ഒരു ഫാറ്റായിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫാറ്റും അവിടെ ഒരു ബ്ലോക്ക് ഫോം ചെയ്തിട്ട് എന്താക്കും? അതും നമ്മൾ എന്തുണ്ടാക്കും? ഒരു ബ്ലോക്ക് ഉണ്ടാക്കുകയും പെട്ടെന്ന് തന്നെയുള്ള മരണങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഗൾഫ് മലയാളികളെ, നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് വീടിനും നാടിനും വേണ്ടി സ്വപ്നങ്ങൾ കണ്ട് അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാണ്. ചിലപ്പോൾ ഒരു പുതിയ വീട് നിങ്ങളവിടെ ഒരുക്കി വെക്കുന്നുണ്ടാവും. നിങ്ങളെ കുട്ടിയുടെ കല്യാണവും പ്രതീക്ഷിച്ച് നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടാവും. ഇതുപോലെ അനർഘ നിമിഷങ്ങൾക്ക്, മുഹൂർത്തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വപ്നവും കണ്ട് നാളെ ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്നുള്ള സന്തോഷത്തോടെ കേൾക്കുന്നൊരു വേളയിൽ ആ പ്രിയപ്പെട്ടവർക്ക് മുമ്പിലേക്ക് നിങ്ങളുടെ മരണവാർത്ത കേൾക്കുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ജീവിതശൈലിയെ നിങ്ങൾ അനുവദിക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ മരണവാർത്തകൾ ഞങ്ങൾ നാട്ടിൽ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം പറയും, ഇവിടെ 2-3 കുട്ടികളാണ്, അവർക്ക് ഭാര്യ, ഒക്കെ അനാഥകളായി പോവുക. എന്താണ് കാരണം? നമ്മുടെ ജീവിതശൈലിയാണ് അതിന് കാരണമായത്. മനസ്സിലായില്ലേ? ജീവിതശൈലിയിൽ യഥാർത്ഥ രീതിയിലുള്ളൊരു മാറ്റങ്ങൾ വരുത്തിയിട്ട്
നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുള്ള നിങ്ങളുടെ സ്നേഹം പോലെ മനോഹരമായിട്ട്, അതിൽ നിങ്ങൾ കാണിക്കുന്ന സൂക്ഷ്മത പോലെ, അതിൽ നിങ്ങൾ കാണിക്കുന്ന അധ്വാനം പോലെ നിങ്ങളുടെ ജീവിതശൈലിയിൽ കാണിക്കേണ്ട ആ ഒരു ശ്രദ്ധയും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി മുതലെങ്കിലും ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഓക്കെ, ഇന്ന് തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കുക. എന്ത് ആക്ഷനാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞറിയിക്കുകയും ചെയ്യാം. ഓക്കെ.